ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ബീച്ചിലോട്ടാണ്. അപ്പോൾ നാത്തൂനാണ് കാർ ഓട്ടിക്കുന്നത്. അപ്പോൾ അച്ഛൻ, അമ്മ, ചേട്ടൻ ഞങ്ങളെല്ലാവരുമായിട്ടാണ് പോകുന്നത്. കുറച്ച് നേരം കാറ്റൊക്കെ കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണേ. കഴിഞ്ഞ വട്ടം ഞാനൊരു എലിയുടെ വീഡിയോ ഒക്കെ ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വട്ടം പോയപ്പോൾ അച്ഛൻ പറഞ്ഞ് കുറച്ച് ഗോതമ്പൊക്കെ കൊണ്ടുപോകുമ്പോൾ എലിക്ക് കൊടുക്കാമെന്ന്. അങ്ങനെ അവിടെ ആരോ ഒരു പൊട്ടറ്റോയുടെ ഒരു സ്റ്റിക്ക് ഉണ്ടല്ലോ, അത് കഴിച്ചിട്ട് സ്റ്റിക്ക് എടുത്ത് കളഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ കൊടുത്ത ഗോതമ്പൊന്നും മൈൻഡ് ചെയ്യാതെ എലിക്കുട്ടന്മാരെല്ലാം കൂടെ പോയിട്ട് ആ സ്റ്റിക്ക് കടിച്ച് പറിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഗോതമ്പ് തിന്നാനായിട്ട് കുറേ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ട് എലിക്കുട്ടന്മാരെല്ലാം കൂടെ വന്ന്. അതിന് ശേഷം ഞങ്ങൾ മാങ്ങയും പൈനാപ്പിൾ അങ്ങനെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് കണ്ട്. അപ്പം ഞാനും നാത്തൂനും പറഞ്ഞ് ഞങ്ങൾക്ക് പൈനാപ്പിൾ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടനെ മാങ്ങ മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്തായാലും രണ്ടും മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഇഷ്ടം നോക്കിയാൽ പോരല്ലോ. അപ്പം രണ്ടുമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ കൊല്ലം ബീച്ചിലോട്ട് നടന്ന് ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പം നാത്തൂനിരുന്ന് ആസ്വദിച്ച് കഴിക്കും. അപ്പം നാത്തൂനും ചേട്ടനും എല്ലാം ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ്. അപ്പം നമ്മൾ കൊല്ലം ബീച്ചിൽ ഇപ്പം ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ട് നല്ല ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളൊക്കെ ഉള്ള സമയത്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാര്യം കച്ചവടങ്ങൾ ആളും ബഹളമൊക്കെ ഉള്ളപ്പോൾ ഒരു നിറവല്ലേ കാണാനൊക്കെ. പിന്നെ വഴി കച്ചവടങ്ങളൊക്കെ അപ്പോൾ ആളില്ലെങ്കിൽ ഭയങ്കര പോസ്റ്റാണ്. അപ്പം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ആസ്വദിച്ച് പോവുകയാണ്. പിന്നെ കുറേ പമ്പരങ്ങൾ, കുറേ കളിപ്പാട്ടങ്ങൾ, പിന്നെ ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ മേടിച്ചത്. അപ്പോൾ ചുമ്മാ ഇരിക്കുമല്ലേ, അപ്പം വെച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം അച്ഛനും കപ്പലണ്ടി കഴിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ വൈകിട്ട് പോയ സമയത്താണെങ്കിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചോദിച്ചു അയ്യോ ഇന്ന് ബീച്ചിൽ പോക്ക് ക്യാൻസൽ ആവുമോ എന്ന് കരുതി. എന്തായാലും ഞങ്ങൾ പോകാൻ ഇറങ്ങിയ സമയത്ത് മഴയൊക്കെ ആ വഴി കണ്ടതേയില്ല. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കുറേ അങ്ങ് ഇരുട്ടായി. നമ്മളൊരു 5 മണിക്ക് പോയതായിരുന്നു. നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 6:45. അപ്പോൾ നമ്മൾ പോകുന്നേരം അവിടെ ഫുള്ളും കാറായിരുന്നു കേട്ടോ. കാർ പാർക്കിങ് നമ്മൾ കൊണ്ടുപോയി ഇട്ട സമയത്ത് 3-4 കാറേ ഉള്ളായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ചുറ്റും കാറൊക്കെ ആയി. ഇതെവിടെയാണെന്ന് നമ്മുടെ കാറൊന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഗൈസ്. എന്നാലും നമുക്കറിയാൻ പറ്റും നമ്മുടെ കാർ എവിടെയാണെന്ന്. നമുക്കറിയാനൊക്കെ പറ്റും, എന്നാലും ചുമ്മാ ഒന്ന് പറഞ്ഞതാണേ. പിന്നെ ചെറുതായിട്ടൊക്കെ മഴ പൊടിക്കാറൊക്കെ ആയി. അപ്പം പിന്നെ കരുതി ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നേരെ അങ്ങ് വീട്ടിൽ പോകാമെന്ന് കരുതി. പിന്നെ നമുക്കൊരു വീട്ടിലൊക്കെ ഒന്ന് കയറാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങ് പോകാമെന്ന് കരുതി. അതോടെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പുതുതായിട്ട് വീഡിയോ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കേ.